ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. പേടിഎം പോസ്റ്റ് പെയ്ഡ് യൂസേഴ്സിന് മന്ത്ലി അടയ്ക്കാനുള്ള പൈസ EMI ആയി അടയ്ക്കാവുന്നതാണ്. ലൈറ്റ്, ഡിലൈറ്റ്, എലൈറ്റ് എന്നീ 3 പ്ലാനുകളാണ് ഇതിലുള്ളത്. ഇതിൽ ലൈറ്റിൽ 20,000 രൂപ വരെ EMIയും ഡിലൈറ്റിലും അതുപോലെ തന്നെ എലൈറ്റിലും 1 ലക്ഷം രൂപ വരെ EMIയും കിട്ടുന്നതായിരിക്കും. ചില ആപ്പിൾ ഹോംപോഡ് മിനി യൂസേഴ്സ് വൈഫൈ കണക്ഷൻ ഇഷ്യൂ നേരിടുന്നു എന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫിക്സ് ഇപ്പം വന്നിട്ടില്ല. 2021 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഐപാഡ് പ്രോയിൽ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. ഷവോമിയുടെ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ടിക്ടോക്കിലെ ചാർലി ഡി അമേലിയോ എന്ന യൂസർ 100 മില്യൺ ഫോളോവേഴ്സ് കടന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ടിക്ടോക്കിൽ ഒരാൾ 100 മില്യൺ ഫോളോവേഴ്സ് കടക്കുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടി ഇന്ത്യ ചാലഞ്ച് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 6 ലക്ഷത്തിൽ കൂടുതലാണ് പ്രൈസ് മണി. പബ്ജി ഇന്ത്യയിൽ പബ്ജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. 4G എന്ന ഗെയിം നവംബർ 26 ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്പോർട്സിൻ്റെ ഗെയിം ഓഫ് ദി ഇയർ ആയിട്ട് ഫ്രീ ഫയർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. റിയൽമി UI 2.0 ആൽഫ സ്ക്വാഡ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ColorOS 12 എന്ന സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റിൽ ക്വിക്ക് സെറ്റിംഗ്സ് ടോഗിൾ ലോക്ക് സ്ക്രീനിലും വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അലി എക്സ്പ്രസ്, സ്നാക്ക് വീഡിയോ അടക്കം 43 ചൈനീസ് ആപ്ലിക്കേഷനുകൾ കൂടി ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. iPhone 12ഉം സാംസങ് നോട്ട് 20 അൾട്രയും തമ്മിലുള്ള സ്പീഡ് ടെസ്റ്റ് G എന്ന സ്പീഡ് ടെസ്റ്റിൽ iPhone 12 വിന്നറായിരിക്കുകയാണ്. സാംസങ് S21 സീരീസിൻ്റെ പുതിയ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഇതിൽ ഫോണിൻ്റെ ബാക്ക് ഡിസൈൻ കാണിക്കുന്നുണ്ട്. സാംസങ് S21 സീരീസിൽ 3 ഫോണുകളായിരിക്കും വരിക. സാംസങ് S21, സാംസങ് S21 പ്ലസ്, പിന്നെ സാംസങ് S21 അൾട്ര. സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറിൻ്റെ ലോഞ്ച് ഇവൻറ്റിൽ സോണി, OnePlus അതുപോലെ തന്നെ ഷവോമി പങ്കെടുക്കും. അപ്പോൾ മിക്കവാറും സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഈ കമ്പനികളുടെ ഫോണുകൾ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഷവോമിയുടെ ഒരു ഫോൾഡബിൾ ഫോൺ ഷവോമി പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. പോപ്പപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മോട്ടോ E7 Plus എന്ന ഫോൺ റീബ്രാൻഡ് ചെയ്തിട്ട് ലെനോവോ ലെമൺ സീരീസിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മോട്ടോ G9 പവർ എന്ന ഫോൺ ചില രാജ്യങ്ങളിൽ ലെനോവോ K12 Pro എന്ന പേരിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. 6.8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 662 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് Z Flip 2 എന്ന ഫോൺ സാംസങ് S21 സീരീസിൻ്റെ കൂടെ ലോഞ്ച് ചെയ്യില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഫോൺ 2021 ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നെ സാംസങ് S21 സീരീസ് 2021 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ലോഞ്ച് ചെയ്യുന്നത്. മോട്ടോ E7 എന്ന ഫോൺ യൂറോപ്യൻ കൺട്രീസിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G25 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. റിയൽമിയുടെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ പ്ലെയിൻ ലെതർ വേരിയൻ്റ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഓപ്പോ F17, ഓപ്പോ A15, ഓപ്പോ A12, ഓപ്പോ റെനോ 3 Pro എന്നീ ഫോണുകളുടെ വില ഇന്ത്യയിൽ കുറഞ്ഞിരിക്കുകയാണ്. ഓപ്പോ F17 എന്ന ഫോണിൻ്റെ വില 18,990 രൂപയുള്ളത് 500 രൂപ കുറഞ്ഞിട്ട് 18,490 രൂപയായിട്ടുണ്ട്. പിന്നെ ഓപ്പോ A15 എന്ന ഫോണിൻ്റെ 2GB RAM 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 9,490 എന്നുള്ളത് 500 രൂപ കുറഞ്ഞിട്ട് 8,990 രൂപയായിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 3GB RAM 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 10,990 രൂപ എന്നുള്ളത് 1000 രൂപ കുറഞ്ഞിട്ട് 9,990 രൂപയായിട്ടുണ്ട്. പിന്നെ ഓപ്പോ A12 എന്ന ഫോണിൻ്റെ 3GB RAM വെർഷൻ്റെ വില 9,490 രൂപ എന്നുള്ളത് 500 രൂപ കുറഞ്ഞിട്ട് 8,990 രൂപയായിട്ടുണ്ട്. പിന്നെ ഓപ്പോ റെനോ 3 Pro എന്ന ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 25,990 രൂപ എന്നുള്ളത്
1000 രൂപ കുറഞ്ഞിട്ട് 24,990 രൂപയായിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 29,990 രൂപ എന്നുള്ളത് 2000 രൂപ കുറഞ്ഞിട്ട് 27,990 രൂപയായിട്ടുണ്ട്. വിവോ Y1S എന്ന ഫോണ് അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് വരുന്നതായിരിക്കും. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 13 മെഗാപിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. 4030 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണ് 8000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരാനാണ് സാധ്യത. മൈക്രോമാക്സിൻ്റെ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 എന്ന ഫോണിൻ്റെ അടുത്ത സെയിൽ ഡിസംബർ 1 നടക്കും. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. സാംസങ് A12 അതുപോലെ തന്നെ സാംസങ് A02s എന്നീ ഫോണുകൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സാംസങ് A12 എന്ന ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരിക €179 ആയിരിക്കും, അതായത് ഏകദേശം 15,700 രൂപ. പിന്നെ സാംസങ് A02s എന്ന ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 450 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 13 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരിക €150 ആയിരിക്കും, അതായത് ഏകദേശം 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഓപ്പോയുടെ PE-CM30 എന്ന കോഡ് നെയിമിൽ വരുന്ന പുതിയൊരു ഫോണ് ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 512 പോയിന്റും മൾട്ടി കോറിൽ 1658 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 720 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ 6 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 16 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററി ആയിരിക്കും വരിക. ഐക്കൂടെ ഒരു 5G ഫോൺ 10A ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് U സീരീസിൽ വരുന്ന ഫോണായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഫോണിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ X50 Pro എന്ന ഫോണിലേതുപോലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ വരാനാണ് സാധ്യത. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 4110 mAh ബാറ്ററി വരുന്നതായിരിക്കും. റെഡ്മി 9 Pro 5G എന്ന ഫോണിൻ്റെ ഒഫീഷ്യൽ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഫോണിൻ്റെ പിന്നിൽ സർക്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 108 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക എന്നും റിപ്പോർട്ടുകളുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന 5G പ്രോസസ്സർ വരാനാണ് സാധ്യത. പോക്കോ M3 എന്ന ഫോണ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് €149 ആണ്, അതായത് ഏകദേശം 11,000 രൂപ.